പലപ്പോഴും ബി പിയുടെ റിസൾട്ടൊക്കെ ആയിട്ട് ആളുകൾ വരാറുണ്ട്. ഞാൻ പറയാതെ എടുക്കണ്ട. കാരണം ഓരോ മനുഷ്യൻ്റെയും ജോലിക്കനുസരിച്ച് ഓരോ മനുഷ്യൻ്റെയും സ്ട്രെസ്സ് വ്യത്യാസമല്ലേ. ഇന്ന് ഞാൻ കഴിച്ച ആഹാരമല്ലോ നിങ്ങൾ കഴിച്ചത്. നമ്മളുടെ എല്ലാ പ്രവൃത്തികളും വ്യത്യാസമാകുന്നത് പോലെ തന്നെയല്ലേ നമ്മുടെ ബി പിയും ഓരോ സമയം വ്യത്യാസമായിട്ടിരിക്കുന്നത്. ഒരു മകളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം ആ പിതാവിൻ്റെ ബി പി എങ്ങനെയായിരിക്കും? അതായത് ബി പി എന്നുള്ളത് ശരീരം ഓരോ കണ്ടീഷനും അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ബി പി അപ്പാരറ്റസുമായിട്ട് ഹെൽത്ത് വർക്കേഴ്സ് വീട്ടിൽ വന്നു. വൈഫിൻ്റെ ഡെലിവറി വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ അവർ കയ്യിൽ അപ്പാരറ്റസ് ഇട്ടപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു അഴിച്ചിട്ട് ഒന്നുകൂടി ഇടണം. അപ്പോൾ അതിലെ സൂപ്രണ്ട് തന്നെ പറഞ്ഞു അത് അഴിച്ചിട്ട് വേറെ ഇട്ടാൽ വേറെ ബി പി കിട്ടും. ഞാൻ പറഞ്ഞു ഈ യാഥാർത്ഥ്യം എല്ലാവരും അറിയട്ടെ. കാരണം ഇത്തരം അനാവശ്യമായ ടെസ്റ്റുകൾ, ഒരു സ്ഥിരതയില്ലാത്ത അപകടം പിടിച്ച ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾ ചെയ്യുകയും അതിന് ഈ ബൗണ്ടറിയൊക്കെ ആരാ നിശ്ചയിച്ചത് എന്ന് ആലോചിച്ച് നോക്കൂ. അമേരിക്കയിലുള്ള ആളുകളുടെ ക്ലൈമറ്റും ആഹാരശീലവും ജോലിയുമാണോ നമ്മുടെ ഇന്ത്യയിൽ? അതാണോ ഈ കേരളത്തിൽ? അതുപോലെ നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെ ഓരോ ഭാഗത്തും കേരളത്തിലെ പോലെയാണോ? ഇതൊക്കെ വ്യത്യാസമല്ലേ. അപ്പം എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ബി പിക്കൊക്കെ ബോർഡർ നിർണ്ണയിച്ചിരിക്കുന്നത്? അബദ്ധകരമായ ടെസ്റ്റിൽ നിന്നും നമ്മൾ മുക്തമാകണ്ടേ?